ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ കോഴി കുമ്പളങ്ങി. നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ സമയം എടുക്കൂട്ടോ വെന്ത് വരാനായിട്ട്. അല്ല മറ്റേ ബ്രോയിലറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ടേസ്റ്റ് പക്ഷെ നാടൻ ചിക്കനിലാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ട്രാവൽ ഓൺ റോഡ്സിൽ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ മേലെ കണ്ട പോലെ കുമ്പളങ്ങിയും കോഴിയും എന്നുള്ളൊരു തൃശ്ശൂർ സ്റ്റൈല് സ്പെഷ്യൽ ഡിഷാണ്. തൃശ്ശൂർ സിറ്റി, തൃശ്ശൂർ ലോക്കലായിട്ടുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരുപാട് ഇപ്പോൾ പാലക്കാട് ആ ഭാഗത്തും ഇതുപോലെ കുമ്പളങ്ങിയും കോഴി എന്നുള്ളൊരു ഡിഷ് ട്രൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു കുമ്പളങ്ങിയും കോഴിയും. സോ നമുക്ക് ഈ കുമ്പളങ്ങിയും കോഴിയും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് ഇപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൂടെ കാണാം. സോ ഗെറ്റ് റെഡി ഫോർ കുക്കിംഗ് വിത്ത് ട്രാവൽ ഓൺ റോഡ്സ്. അപ്പോൾ കോഴിയും കുമ്പളങ്ങയും ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ചിക്കനാണ്. ഇത് 1 കിലോ ചിക്കനാണ്. ഇത് നമുക്ക് നാടൻ ചിക്കൻ ആണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം നമുക്കിവിടെ ലഗോണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് 1 കിലോ. പിന്നെ വേണ്ടത് നമ്മുടെ കുമ്പളങ്ങ. അപ്പം ഈ രണ്ടാണ് ഇതിലെ സ്റ്റാർ, കോഴിയും കുമ്പളങ്ങയും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ കോഴിയും കുമ്പളങ്ങയുടെയും കോമ്പിനേഷൻ എന്താന്ന്. അപ്പോൾ പറയാറുള്ളത് ഒന്ന് തണുപ്പും ഒന്ന് ചൂടുമാണ്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ കോഴിയും കുമ്പളങ്ങയും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് പിന്നെ നമുക്ക് നോക്കേണ്ടത്. അതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ വേണ്ടത് ഗരം മസാല, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, അത് ഒരു 3/4 ടീസ്പൂൺ വരെ ആവാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, അതും 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് വേണം. അതിൻ്റെ ഒപ്പം കോഴി നമുക്ക് എന്താ പറയുക കുറച്ച് സോഫ്റ്റൊക്കെ ആവാൻ വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസും വേണം. അതൊരു വലിയ നാരങ്ങയൊക്കെ കിട്ടുമല്ലോ നമുക്ക് ഇവിടെ. ആ നാരങ്ങയുടെ ഒരു അരഭാഗം മാത്രം മതി ഇതിലേക്ക്. അപ്പോൾ അത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, കുരുവളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ. ഇത്രയാണ് ഇതിലത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ. പിന്നെ വേണ്ടത് ഒരു 2 മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചത്, 1 ടൊമാറ്റോ, പിന്നെ ഒരു 3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് 3ഓ 4ഓ എടുക്കാം. അത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ വേണം. ഇപ്പം നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഇനി ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇടാം. അളവനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില ഇതിനകത്തോട്ട് ഇടാം. പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ ചതച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പം ഏകദേശം ഇത് പറയുകയാണെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ, രണ്ടും കൂടി ഉണ്ടാവും കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ രണ്ടും കൂടി ഉണ്ടാവും. പിന്നെ ഒരു 3-4 പച്ചമുളക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്, 1 ടൊമാറ്റോ, പിന്നെ സവോള. ഇതൊക്കെ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം ചിക്കനിലേക്ക്. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, ഈ ലെമൺ ജ്യൂസും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി. ചിലപ്പോൾ നമുക്ക് തോന്നി ഈ മസാലപ്പൊടി ഇത്ര അധികം എങ്ങനെയാണ് വന്നേന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാനുണ്ട്. അത് കാരണം നമുക്ക് ഈ മസാല ഇതിന് കറക്റ്റ് ആയിരിക്കും. ഇനി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, കൂടുതൽ എന്തായാലും ആവില്ല, കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി ഇത് കാച്ചും ലാസ്റ്റ്. അപ്പോൾ ആ കാച്ചണ നേരത്ത് ആവശ്യത്തിന് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് പിടിപ്പിക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എന്തായാലും 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റൊക്കെ ഇതിനകത്തോട്ട് വരിക. ഈ മസാലയുടെയും
ലെമണിൻ്റെ ഇതും ഒക്കെ കൂടെ ആ ചിക്കൻ അങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആവും. പ്രത്യേകിച്ച് നാടൻ കോഴിയൊക്കെ ആകുമ്പോൾ തിളച്ച് വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരത്തിൻ്റെ പാലാണ് ആവശ്യം. 3 പാലെടുക്കണം. ഇത് 3-ാം പാലാണ്, ഇത് 2-ാം പാല്, പിന്നെ 1-ാം പാല്. അപ്പോൾ 1-ാം പാൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ നാളികേരം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 കപ്പ്, നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 2 കപ്പ് നാളികേരമാണ് ഞാൻ എടുത്തേക്കണത് 1 കിലോ കോഴിക്ക്. അപ്പോൾ അതിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ 1-ാം പാൽ എടുക്കണം. പിന്നെ 2-ാം പാലും 3-ാം പാലും വേണം. നാടൻ കോഴിയൊക്കെ ആകുമ്പോൾ ചിക്കൻ വെന്ത് വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ 2-ാം പാലും 1-ാം പാലും വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇൻഗ്രീഡിയൻ കൂടി ഉണ്ട്. അത് നമ്മുടെ കുഞ്ഞുള്ളി ലാസ്റ്റ് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ കുമ്പളങ്ങയും വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങേനെ ഇതിലിട്ടിട്ട് വേറെ വേവിക്കണം. ഇത് ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞ് ആകെ ഒരു പരിവായി കിട്ടും. അങ്ങനെ പാടില്ല. നമുക്ക് ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം കയ്യിൽ, വായിൽ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഇടാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ വേവായോ നമുക്ക് നോക്കാം. ഇത് ഫുള്ള് വേവണ്ട, ഏകദേശം ഒരു 3/4 ഭാഗം വെന്താൽ മതി. കാരണം ബാക്കി നമുക്ക് നമ്മുടെ കോഴിയിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നോക്കട്ടെ, 1 മിനിറ്റ്. ഇത് മുറിയുണ്ട്. അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഈ ഉരുളിയിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ലഗോൺ ആയതുകൊണ്ട് നമ്മൾ മറ്റേ ബ്രോയിലർ ചിക്കൻ വേവണം അത്ര എളുപ്പത്തിൽ ഇത് വേവില്ല. എന്തായാലും ടൈം എടുക്കും. അപ്പോൾ ഈ 3-ാം പാല് കിടന്നിട്ട് ഒരു 1/2 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2-ാം പാല് ഒഴിക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 1-ാം പാലിൽ കിടന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കോഴിയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 50% വേവ് അതിനായിട്ടുള്ളൂ ചിക്കൻ. ഇനി നമുക്ക് ഈ 2-ാം പാലും കൂടി കിടന്ന് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു 75-80% വേവാവണം. ഏകദേശം വെന്തതിൻ്റെ അടുത്ത് എത്തണം. എന്നിട്ട് നമുക്ക് കുമ്പളങ്ങ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ കുമ്പളങ്ങ ഉടഞ്ഞു പോകും. നല്ല മണവും വരുന്നുണ്ട് ചിക്കൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഈ നാടൻ ചിക്കൻ അതുപോലെ ഈ ലഗോണൊക്കെ ഒന്ന് തിളയ്ക്കണം. ആ സ്മെല്ല് തന്നെ അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്തപ്പെട്ട എന്തെങ്കിലും കുറവുണ്ടോന്ന്. കുറച്ച് ഉപ്പിടാം. ഉപ്പ് ശകലം കുറവുണ്ട്. കാരണം ഇനി 1-ാം പാലും കൂടി ഇതിലേക്ക് ഒഴിക്കണമല്ലോ. അപ്പൊ ഉപ്പ് നമുക്ക് പോരായി വരും. എന്തായാലും ഈ ഉപ്പും കൂടി കിടക്കട്ടെ. ഇനി ഇതിൽ കിടന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ ഇപ്പൊ കറക്റ്റ് വേവായിട്ടുണ്ട്. ഒരു 85% വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇതിനകത്തോട്ട് ഇടാം. കുമ്പളങ്ങ ഇടുമ്പോൾ സൂക്ഷിച്ചിടുക, ഇതിൻ്റെ ചാറൊന്നും പുറത്തേക്ക് തെറിക്കാണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കുമ്പളങ്ങയും കോഴിയും കൂടെ ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇത് ഇതിലത് കിടന്ന് തിളക്കട്ടെ.
എന്നിട്ട് നമുക്ക് ഇതിൽ തലപ്പാൽ ഒഴിച്ചിട്ട് കാച്ചാം. അപ്പം നമ്മുടെ കോഴി കുമ്പളങ്ങയുടെയും പാകം വേവും കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുമ്പള പോലെ വരുമ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഓഫ് ചെയ്തിടാം. ഇത് കഴിഞ്ഞിട്ട് കാച്ചാം. ഇതിൽ കണ്ട കുറേശ്ശെ കുമ്പളം ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമുക്കിനി ഓഫ് ചെയ്തിടാം. ഇപ്പൊ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും നമ്മൾ കാച്ചിയതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി എല്ലാവരും നോക്കിക്കോട്ടെ. അത് ഇങ്ങനെ കണ്ടോ, ഒരു ചാറ് പോലെയാണ് ഇത് വരുന്നത്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കുറുകി പരിവാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ രാത്രിക്ക് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് സൂപ്പർ ആയിരിക്കും കഴിക്കാന്. ശരിക്കും ഇപ്പൊ അത് ഒരു ഉച്ചക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിക്കൊക്കെയാണത് ശരിക്കും ഇതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ കോഴിയും കുമ്പളങ്ങയും. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ആയിരിക്കും ഈ കുമ്പളങ്ങയൊക്കെ ആവുമ്പോ ഇതെന്തത് കുമ്പളങ്ങയും കോഴിയോ എന്നൊക്കെ തോന്നും. അല്ല, ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. പലരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു കറിയാണ്. എൻ്റെ ഫ്രണ്ടിനൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കൊന്ന് പാലക്കാടും കൂടി അവരിങ്ങനെ കോഴിയും കുമ്പളങ്ങയും വെക്കുന്നു. തൃശ്ശൂരും പാലക്കാടും തോന്നുന്നുണ്ട് ഇങ്ങനെ കോഴിയും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള കറിയൊക്കെ വെക്കുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ മുൻപത്തെ കുക്കർ ബിരിയാണി ഈ ചാനലിലൂടെ തന്നെ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഇനി അതുപോലെ തന്നെ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.